അഖില B2 എക്സാം കഴിഞ്ഞപ്പോൾ, അല്ല B2 എക്സാമിൻ്റെ ഒരു മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചു. പക്ഷെ ബാക്കി ഉള്ളത് എഴുതാൻ തുടങ്ങിയപ്പോൾ 3 പ്രാവശ്യം അവർക്ക് എഴുതാൻ പറ്റിയില്ല. 3 പ്രാവശ്യം അവൾ തോറ്റുപോയി. അപ്പോൾ അവളുടെ കൂടെ എഴുതിയിരുന്ന കൂട്ടുകാരത്തി, അഖില നല്ല ബ്രില്യൻ്റാണ്, റാങ്ക് ഹോൾഡർ ആയിട്ട് വളരെ പ്രോംപ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിട്ട് വളർന്നു വന്നതാണ്, നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. പക്ഷേ B2 ആദ്യം ജയിച്ചെങ്കിലും പിന്നീട് കംപ്ലീറ്റ് എഴുതിയെടുത്തപ്പോൾ 3 പ്രാവശ്യം തോറ്റുപോയി. 3 പ്രാവശ്യം തോറ്റപ്പോൾ അവളൊരു കാഴ്ച കണ്ടെന്നാണ് പറയണത്. അവളുടെ കൂടെ എഴുതിയിരുന്ന് അവളോളം കലിബറില്ലാത്ത ഒരു മോള് എല്ലാ മൊഡ്യൂൾസിലും ജയിച്ച്. അപ്പോഴവൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അഖില തോറ്റു വല്ലാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജയിച്ച കൂട്ടുകാരത്ത് നോക്കിയപ്പോൾ അവൾ കൃപാസനം മാതാവിൻ്റെ കാശ് എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അവൾ കണ്ട്. അപ്പോൾ അഖില അവളോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്യണത്? അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ ജയിപ്പിച്ചത് കൃപാസനം മാതാവാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൾക്ക് അഹങ്കാരവും ആത്മവിശ്വാസവും ഇല്ല. ഇവൾക്ക് അഹങ്കാരമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അവൾക്ക് അമ്മയിലാണ് വിശ്വാസം. അമ്മയോട് ഉള്ളതുപോലെ തുറന്നു പറയും, ഞാൻ ഗതികെട്ട ആളാണ്, എനിക്കൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല, നീയാണ് എൻ്റെ കൂടെ വരേണ്ടത്, നീയാണ് എൻ്റെ പേപ്പർ നോക്കേണ്ടത്, നീയാണ് എന്നോട് സംസാരിക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് വാഗ്ദാന പേടകം എന്നുള്ള കോൺസെപ്റ്റിൽ ദൈവം നമ്മൾക്ക് എന്തുമാത്രം ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത്രയും കമ്മ്യൂണിക്കബിളാണിത്. കമ്മ്യൂണിക്കേഷൻ നിസ്സാര കാര്യമല്ല. ഞങ്ങൾ തരുന്ന ഷെഡ്യൂൾ പ്രെയർ മാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണം. എപ്പോഴും വയറ്റിപ്പഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ ദൈവം അവർക്ക് നിങ്ങൾക്ക് വയറ് മാത്രമല്ലേ ഉള്ളതെന്ന് വിചാരിക്കും. പിന്നെ വയറിന് വേണ്ട സാധനമൊക്കെ തന്നിട്ടിരിക്കും. നമുക്ക് വേറെ കുറേ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്ക് ഓർത്തേക്കണം പ്രാർത്ഥിക്കുമ്പോൾ, അല്ല വയറിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കരുത്. അപ്പോഴേ അത് അനുസരിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഉടനെ അഖില വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ്, അഖിലക്കൊരു ധാരണയാണ് ആദ്യം ഉണ്ടായത്. പിന്നെ അത് ധാരണ വളർന്ന് വിചാരമായി. വിചാരം ആണ് ഇപ്പോൾ കൂട്ടുകാരത്തിയുടെ കൂടെ കിട്ടിയത്. ചെറിയൊരു വിശ്വാസം ആയോന്ന് നമുക്കറിയത്തില്ല. വിചാരമുണ്ട്, കൂട്ടുകാരത്തി ജയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ അതെടുത്തേക്കാം, ഇനിയിപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ടത്. പല ആൾക്കാർ ഉടമ്പടി എടുക്കണം അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഉടുങ്ങാൻ അതെടുത്തേക്കാം, ഉടമ്പടിയാണ് എന്താണ്, എന്തായാലും എന്ത് തടിയായാലും എടുത്തേക്കാമെന്ന് വിചാരിക്കും. അതാണ് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടാൽ കിട്ടില്ലെന്ന് വേണ്ട. അതുകൊണ്ട് മറ്റുള്ളവരെടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുക്കണ കുറേ അധികം ഉണ്ട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ലാഗിങ് വരണത്. ഇതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം ദൈവമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവവും നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വായുനാറ്റം ഉണ്ടാകാതിരിക്കുക. ദൈവം നിങ്ങൾക്ക് വായുനാറ്റം ഉള്ളവരാണ് ദൈവം സംസാരിക്കുക നിങ്ങളോട്? ഇല്ല, സംസാരിക്കത്തില്ല. അപ്പോൾ വായുനാറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് മൗത്ത് വാഷൊക്കെ അടിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വീട്ടിൽ പോയി മൗത്ത് വാഷ് അടിക്കരുത്, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. റോമാ 3:13. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. പരിപാടിയായി. വ്യത്യസ്തമായ കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യണില്ലേ? കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ വർത്തമാനങ്ങളിലെല്ലാം പലപ്പോഴും അവർക്ക് ജോലിക്ക് ബോറടിക്കുമ്പോൾ അവർ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ തെറിയെ അഭിമുഖീകരിക്കുന്നത്. ചില ആൾക്കാർ കൊന്ത ചൊല്ലിക്കൊണ്ട് ചെയ്യും. തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ, തൊണ്ട തന്നെ തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ വാ പൊളിച്ചാൽ നാറ്റം വന്നുകൊണ്ടിരിക്കുക. അതിനെ വായുനാറ്റം എന്ന് പറയണത്. മനസ്സിലായില്ലേ?
നിങ്ങൾ എന്ത് പറഞ്ഞാലും വായുനാറ്റം ഉണ്ടാകും. വായുനാറ്റം ഇല്ലാതെ നിങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള വാക്കുകളുണ്ടാകുന്ന വാക്കെന്നെന്താ? വാക്ക് എവിടുന്നാണ് വരുന്നത്? വാക്ക് ഈ കഴുത്ത് ഒന്നും ചെയ്യത്തില്ല. ഹൃദയം ചെയ്യണത് കൊണ്ടാണ് വായുനാറ്റം ഉണ്ടാകണത്. കാര്യം എന്താണ്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം. ചുരുക്കിട്ട് ഹല്ലേലൂയ. ലൂക്ക 6:45. ലൂക്ക 6:45. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ഒന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പൊ ഹൃദയത്തിൽ എന്താണുള്ളത്? ഈ ദ്വയാർത്ഥം പറയുന്നവരും തെറി പറയുന്നവരൊക്കെ ഓർക്കുക, നിങ്ങളുടെ ഹൃദയം തന്നെ ഒരു സെക്സ് ഓർഗനായിട്ടാണ് വർക്ക് ചെയ്യണത്. ചില ആൾക്കാരെ കുറിച്ച് പറയത്തില്ലേ, അവൻ വേറെ എന്നോ അവയവം കൊണ്ടാണ് ചിന്തിക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും 24 മണിക്കൂറും സെക്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വായിൽ നിന്ന് ഇതുപോലെയുള്ള അഴുക്ക് വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബൈബിൾ ഇതൊന്നും വകവെച്ച് തരത്തില്ല. എന്താ കാര്യം? സത്യദൈവം അങ്ങനെയാണ് വിഷയം. നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ, ആ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്തെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംവാദം, അതുപോലെ തന്നെ ഒരു സംഭാഷണം, അതെല്ലാം ഉടമ്പടിയിൽ കൂടുതലുള്ളതാണ്. മറ്റു പല ഉടമ്പടി എടുക്കാത്തവരെക്കാൾ നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ സംവേദിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ കാത്തലിക്സ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും നിങ്ങൾക്ക് സഭയിലുള്ള വിശുദ്ധ കൂദാശ സംവിധാനങ്ങൾ ഉടനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറയും. അക്രൈസ്തവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഇനി മുതൽ ഒരു സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം. എന്താണ്? തിന്മയുടെയും അഴുക്കിൻ്റെയും അതുപോലെ തന്നെ അഴുക്ക് കെട്ട ആൾക്കാരുടെ ബന്ധങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് പേയ്മെൻറ്റ് നടത്തണം. എന്താ കാര്യം? നിങ്ങൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരികയാണ്, കമ്മ്യൂണിക്കേഷനിലേക്ക് വരിക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് അടച്ച് കളയരുത്. കമ്മ്യൂണിക്കേഷനിൽ വന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന. ഇപ്പം തന്നെ അവളുടെ പേരെന്നാ? രേഖയുടെ പ്രശ്നം എന്താ? രേഖ എന്ത് ചെയ്യണമെന്ന് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. രേഖയുടെ പ്രശ്നം എന്താ? രേഖ തീയിലൂടെ ഇങ്ങനെ ജീവിതത്തെ വറച്ചട്ടിയിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളാണ്. വറച്ചട്ടി ഇന്ന് എരുതിയിലേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ വളർന്നു വന്ന ആളാണ്. ആദ്യമേ തന്നെ അപ്പൻ ഉപേക്ഷിച്ചു പോയായിരുന്നു കുഞ്ഞുനാളിൽ തന്നെ. പിന്നെ അമ്മയാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അമ്മ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും പിന്നീട് അതുങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവാണെങ്കിൽ ഭയങ്കര കുടിയനാണ്. അപ്പം കുടിക്കുകയും ചെയ്യും, വീട്ടിൽ വന്ന് ഇവളെ തല്ലുകയും ചെയ്യും. ഇവൾ അത്യാവശ്യം മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീഷണറാണ്, പക്ഷെ തല്ല് പാഴ്സൽ കിട്ടുന്നുണ്ട്. കാര്യം ഇവളുടെ ഒരു ക്വാളിറ്റിയാ, അതുപോലെ തന്നെ ഒരു മാന്യതയൊന്നും അയാൾക്ക് വല്ല കുടിയന്മാർക്ക് വല്ല ബോധമുണ്ട്. അമ്മമാരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മോന്ത തെളിയണില്ല, നിങ്ങളുടെ അപ്പം അടിച്ച് തെളിക്കാൻ നോക്കും മോന്ത. അതാണ് വിഷയം. അത്രയും വികടനായ ഒരു ഭർത്താവാണ് ഇവിടെ ഉള്ളത്. അത് നിങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ കൂടുതലാണ് രേഖയുടെ സങ്കടങ്ങളെന്ന് പറയണത്. ഈ സങ്കടങ്ങളുടെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ പിടിച്ച് വെളിവില്ലാതെ അയാളെ കടയിലായ മറ്റേ ഇരുന്ന് പറഞ്ഞു, അവളെയും പിള്ളേരെയും ഞാൻ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പം അത് പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളാണ്, ഭ്രാന്തി കയറി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പം അവൾക്ക് പേടിയായി. അവൾ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അങ്ങനെ പോയൊരു വാടകയ്ക്ക് ജീവിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, അപ്പനില്ലാതെ വളർന്ന് ഇപ്പോൾ കൊണ്ടായ ഭർത്താവ്, അപ്പനില്ലാതെ വളർന്ന ആൾക്കാർക്ക്
ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ സ്നേഹിക്കാൻ ഈ പണ്ടാരത്തെ കിട്ടണ്ടേ? അതിനേക്കാൾ വലിയ ആളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരണത്. അപ്പോൾ ഇങ്ങനെ വാടകയ്ക്ക് കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കണം, ഒറ്റക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൾക്ക് ഒരു നമ്മൾ എത്ര നരകിച്ച് ജീവിച്ചാലും ഈ അഹങ്കാരം നമുക്ക് മാറത്തില്ല. അതൊരു പ്രശ്നമാണ്. ഒരാളിന് ഇപ്പോൾ നമ്മൾക്ക് പണമില്ല, നമ്മൾ പാവപ്പെട്ടവരായിട്ടൊക്കെ ജീവിക്കണം വിചാരിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കണം നിർബന്ധമില്ല. മനസ്സിലായില്ലേ? കാര്യം ദൈവം സഹായിക്കണത് പാവപ്പെട്ടവരോ പണക്കാർ നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ട് നോക്കിയല്ലേ സഹായിക്കണത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് സഹായിക്കണത്. എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ പാവപ്പെട്ടവളാണ്, ദൈവം എന്നെ സഹായിക്കും. ആര് സഹായിക്കാൻ? കിഴക്കോട്ട് നോക്കിയിരുന്നാൽ മതി. ആദ്യം നിങ്ങൾ മനസ്സ് ദൈവത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ആകുന്ന രീതിയിൽ എത്ര പാവപ്പെട്ടവരായാലും ശരി, രോഗികളാണെന്ന് ഒരു കാര്യമില്ല. അങ്ങനെ ഒരു സംവരണമൊന്നും സ്വർഗത്തിന് അങ്ങനെ സംവരണമൊന്നുമില്ല. സ്വർഗം പറയും എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം സൈന്യം തന്നെ വയനാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പുറത്തെ കരയിലേക്ക് പോയി ആൾക്കാർ വല്ലവരും ഉണ്ടാകുന്ന ഇങ്ങനെയും കുടുങ്ങി കിടക്കൊണ്ടാന്ന് നോക്കണമെങ്കിൽ സൈന്യത്തിന് പോലും പറ്റണില്ല. ഒരു ദിവസവും 36 മണിക്കൂർ കൊണ്ടാണ് അവർ വേലിപ്പാലം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് സൈന്യത്തിന് പോലും അപ്പുറത്ത് പോകാൻ പറ്റിയത്. ദൈവത്തിൻ്റെ അവസ്ഥ ഇതാണ്. നിങ്ങൾ എന്ത് ദുരന്തത്തിൽപ്പെട്ടാലും ശരി, ആ പാലം വിടാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഹ പിടിയിട്ടില്ലേ. പാവപ്പെട്ടവളാണ്, ചത്ത് കിടക്കുകയാണ്, മണ്ണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. പാലം വിട്ട് വരണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഈശോ എന്താ പറയണത്? അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ദുരന്തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഒരുങ്ങിയിരിക്കാൻ ഞാൻ എപ്പോഴും പറയും. ഇവർ ദുരന്തം ഉണ്ടായാലും ഇല്ലാത്തവരും നമ്മളുടെ വ്യത്യാസം എന്താ? ഇപ്പം ദുരന്തം ഉണ്ടതിൽ നമ്മൾ അവരെല്ലാം സഹായിക്കുന്നുണ്ട്, ഞങ്ങളും സഹായിക്കുന്നുണ്ട്, നിങ്ങളും സഹായിക്കുന്നുണ്ട്. അവരെന്താ ജീവിച്ചിരിക്കുന്നവരെ മാത്രമേ നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദുരന്തത്തെക്കുറിച്ച് ഈശോ ആദ്യം കേട്ടപ്പോൾ ഈശോ ഫസ്റ്റ് സ്മെൽ എന്താണെന്ന്, അതായത് ഇതൊക്കെ ഈ ജീവിതത്തിൽ ലോകത്തിൽ സുഖങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ടാവും. ഞാൻ നേപ്പാളിലെ ഒരു സ്ഥലം ഈ ദിവസങ്ങൾ കണ്ടു. എന്തൊരു സംഗീതമാണ്, എന്തൊരു പച്ചപ്പാ, എന്തൊരു നീലപ്പാ, എന്തൊരു നീല ജലാശയം, എന്തൊരു വെള്ളിമേഘങ്ങളാണ്. എല്ലാം ഇങ്ങനെ മേഞ്ഞടക്കുന്ന ഒരു ഭൂമിയിലെ ഒരു സ്വർഗം പോലെ ഇരിക്കുന്ന സ്ഥലം. എപ്പോഴാണ് ഈ കുന്ത്രാണ്ടം ഇടിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ തലയിൽ വീണെന്ന് അറിയാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതാണ് ഈശോ പറഞ്ഞത്. ലോകമാണോ ഞെരുക്കം ഉറപ്പാണ്. ലോകത്തിൽ സന്തോഷം ഉള്ളത് പോലെ മൂക്കിൻ്റെ അവസ്ഥയാണ്. മൂക്കിന് ഹായ് നല്ല സ്മെല്ലെന്ന് പറയും. നാറ്റമാണല്ലോ, ഇത് രണ്ട് മൂക്കല്ലേ പറയണത്, ഇല്ലേ? ഹായ് നല്ല സ്മെല്ലെന്ന് പറയുന്നത് മൂക്കാണ്. എന്തൊരു നാറ്റമെന്ന് പറയുന്നത് മൂക്കാണ്. ഇതാണ് വിഷയം. അപ്പോൾ ഈ നന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ അത് മനുഷ്യന്മാർക്ക് വിവേകം കൊടുത്തിട്ടുണ്ട്. വിവേകമുണ്ട്. പിന്നെ വിവേകത്തിൽ പിടിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ട്. വിശ്വാസം എന്നുകൊണ്ട് വിവേകം കഴിഞ്ഞാൽ വിശ്വാസം വരുന്നത്. ചില കാര്യങ്ങൾ വിവേകത്തിൽ പിടിച്ചാലും കിട്ടത്തില്ല. ഇതിൻ്റെ ഇൻ്റർവ്യൂ പ്ലേസ് ചെയ്യണ ടൈം മദറാണ്. ഒരേ ദിവസം ഇൻ്റർവ്യൂ ആണ്. മാതാവ് അതിൻ്റെ അകത്തൊരു കക്ഷിയാണ്. അതായത് കാരണം 3 ഇൻ്റർവ്യൂ ഒരു ദിവസം ഉണ്ടായിരുന്നത് മാതാവ് ആ ഒറ്റ ദിവസം 3 മണിക്കൂർ ഇടപെട്ട് വെച്ച്. അതവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ വി സെറ്റ് ടു ദി കവനൻ്റ് പ്രോജക്റ്റ്. ദൈവത്തിൻ്റെ ഒരു കവനൻ്റ് പ്രോജക്റ്റിലേക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. അത് വേറെ ഏത് പ്രോജക്റ്റ്, ഏത് സംവിധാനത്തിൽ സെറ്റ് ചെയ്താലും ഇത്രയും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. പക്ഷേ ഈ നമ്മളുടെ ഒരു പ്രോബ്ലംസ്, അവർ പ്രോബ്ലംസ് ആർ സെറ്റ് ഇൻ ടു ദി കവനൻ്റ് പ്രോജക്റ്റ് വിച്ച് ഈസ് പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അവിടെ വിഷയം വരുന്നത്, അതായത് നമ്മളുടെ പ്രോബ്ലത്തെ ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ സെറ്റ് ചെയ്യുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യണത് എങ്ങനെയാണ്? മരിയൻ സ്പിരിച്വാലിറ്റിയിലാണ് അത് പവർ ചെയ്യണത്. മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ കോംപ്രമൈസബിളാണ്. അവർക്ക് എനിക്ക് നിനക്ക് എന്താണ്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അത് കോംപ്രമൈസ് ചെയ്യത്തില്ല.
അമ്മ അവിടെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ആ സ്റ്റാൻഡ് ദൈവത്തിന് ഹോണർ ചെയ്യേണ്ടി വരും. കാര്യം ഈ ലോകത്തിന് രക്ഷകൻ നൽകുന്നതിൽ അവളുടെ വാക്കാണ് ദൈവത്തിന് സഹായമായത്. അപ്പോൾ സ്വർഗത്തിൻ്റെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് മറിയത്തിന് നല്ല ഒരു വാല്യൂ ഉണ്ട് ഇവിടെ. അതാണ് വിഷയം എൻ്റെത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അപ്രതിരോധ്യമാണ് മരിയൻ മീഡിയേഷൻ്റെ പ്രശ്നം. അത് അപ്രതിരോധ്യമാണ്. പിന്നെ ഈ മരിയൻ മീഡിയേഷൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വേറെയാണ്. എന്താ കാര്യം? അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് വന്നിരിക്കുന്ന വിഷയമാണ്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് സഭയോടും ലോകത്തോടും പറയുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അത് ജനറലൈസ് ചെയ്യുകയും ഒരു ലോക്കലായിട്ടുള്ള സ്ഥലത്ത് സംഭവിച്ച വിഷയത്തെ അത് സഭയെ എടുത്ത് ജനറലൈസ് ചെയ്യുകയും ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ്. ആ ദൈവത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണം പ്രാർത്ഥിച്ചാലാണത്. അപ്പം നമ്മുടെ ഉടമ്പടി കാര്യങ്ങൾ നിവർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മറ്റും മരിയൻ മീഡിയേഷനേക്കാളും ഈ കൃപാസനം മരിയൻ മീഡിയേഷൻ പവർഫുൾ ആയിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാതാവിന്റെ മധ്യസ്ഥത്തിന് ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു.